നമസ്കാരം. റഷ്യക്കോഡിന്റെ 27ാമത്തെ എപ്പിസോഡ്. നമ്മൾ ഇന്ന് വീണ്ടും കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരല്പം മുറിഞ്ഞു പോയിരുന്നു. അതിന്റെ തുടർച്ചയാണ് നമ്മൾ പറയുന്നത്. ക്യാഷിനെ സംബന്ധിച്ചാണ്, അതായത് ട്രഷറികളിൽ സൂക്ഷിക്കേണ്ട അക്കൗണ്ടുകളെ സംബന്ധിച്ചാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ട്രഷറികളിൽ സൂക്ഷിക്കേണ്ട അക്കൗണ്ടുകൾ. ഇപ്പം നമ്മൾ നോൺ ബാങ്കിങ് ട്രഷറി ആണെങ്കിൽ, നോൺ ബാങ്കിങ് ആയിട്ടുള്ള ഒരു ട്രഷറി ആണെങ്കിൽ ഒരു ട്രഷറർ ഉണ്ട് അവിടെ. ആ ട്രഷറിയിലെ ട്രഷറർ TA1 എന്ന ഫോമിൽ ഒരു ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. TA എന്ന് പറയുന്നത് ട്രഷറി അക്കൗണ്ടിന്റെ ചുരുക്കപ്പേരാണ്. TA. അതിൽ ഓരോ റെസീറ്റും പേയ്മെന്റ്സും യഥാർത്ഥത്തിൽ എപ്പോഴാണോ നടക്കുന്നത്, ആ പേയ്മെന്റ്സും റെസീറ്റും നടക്കുന്ന സമയത്ത് തന്നെ ആ ക്യാഷ് ബുക്കിൽ ട്രഷറർ രേഖപ്പെടുത്തണം. ആ ക്യാഷ് ബുക്കിന്റെ ഫോം, ട്രഷറർ എടുത്തുള്ള ക്യാഷ് ബുക്കിന്റെ ഫോം TA1 ആണ്. ഇനി ട്രഷറർ ക്യാഷ് ബാലൻസ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായി, അത് TA2 ഫോം. ട്രഷറർ ഫോം TA2 പ്രകാരം ഒരു ക്യാഷ് ബാലൻസ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഒരു ബാലൻസ് ഷീറ്റും ഉണ്ടാക്കണം. അത് ഫോം TA3 ആണ്. ഇത് മൂന്നെണ്ണം ട്രഷറാണ് ചെയ്യേണ്ടത്. ട്രഷറർ ഒരു TA1 പ്രകാരം ഒരു ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. TA2 പ്രകാരം ക്യാഷ് ബാലൻസ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. TA3 പ്രകാരം ഒരു ബാലൻസ് ഷീറ്റും ഉണ്ടാക്കണം. ഓക്കെ അല്ലേ? ശരി. ഇനി ക്യാഷ് ബുക്ക്. ജില്ലാ ട്രഷറിയിലേക്കുള്ള പണമിടപാടുകളുടെയും ബുക്ക് ട്രാൻസ്ഫറുകളുടെയും പൂർണ്ണമായ കണക്ക് ഡേ ബുക്കിൽ സൂക്ഷിക്കണം. ആ ഡേ ബുക്കിന്റെ ഫോം TA4 ആണ്. ഇപ്പോൾ 1, 2, 3, 4 നമ്മൾ പറഞ്ഞു. TA ഫോം 4. അതായത് ജില്ലാ ട്രഷറിയിലേക്കുള്ള പണമിടപാടുകളുടെയും, വളരെ പ്രധാനപ്പെട്ട ഇത് കേട്ടോ, ക്യാഷ് ബുക്ക്. ജില്ലാ ട്രഷറിയിലേക്കുള്ള പണമിടപാടുകളുടെയും ബുക്ക് ട്രാൻസ്ഫറുകളുടെയും പൂർണ്ണമായ കണക്ക് ഡേ ബുക്കിൽ സൂക്ഷിക്കണം. ഡേ ബുക്കിന്റെ ഫോം TA4 ആണ്. ഡേ ബുക്ക് 2 ഭാഗങ്ങളായിട്ട് സൂക്ഷിക്കണം എന്നാണ്. ഇത് ട്രഷറിയിലെ ഡേ ബുക്കാണ് പറയുന്നത്. ആ 2 ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് റെസീറ്റിനും ഒന്ന് പേയ്മെന്റിനുമാണ്. ഫോം TA4 സൂക്ഷിക്കുന്ന ഡേ ബുക്ക് ഒന്ന് പിന്നെ റെസീറ്റിനും ഒന്ന് പേയ്മെന്റിനും രണ്ടായിട്ട് ഡേ ബുക്ക് സൂക്ഷിക്കണം. ഇനി അടുത്ത ഫോം 5 പറ്റിയാണ് പറയുന്നത്. രജിസ്റ്റർ ഓഫ് ഡെയിലി ടോട്ടലിന്റെ ഫോം. ഓരോ ദിവസത്തെയും ടോട്ടൽ, ഇപ്പൊ റെസീറ്റിനും പേയ്മെന്റിനും ടോട്ടൽ ഉണ്ടാവുമല്ലോ, ആ 2 ടോട്ടലും രേഖപ്പെടുത്തുന്ന ഫോമാണ് ഫോം TA5. ഇനി അടുത്തത്, ഒരു നിധി അയച്ചു കഴിഞ്ഞാൽ ഉടൻ അത് ഡേ ബുക്കിൽ ലോക്കൽ റെമിറ്റൻസിന്റെയോ ഫോറിൻ റെമിറ്റൻസിന്റെയോ കീഴിൽ ഒരു പേയ്മെന്റ് ആയി രേഖപ്പെടുത്തണം. സ്വാഭാവികമാണ്. ഒരു നിധി നമ്മൾ അയച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ഡേ ബുക്കിൽ ഒന്നുകിൽ ലോക്കൽ റെമിറ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ ഫോറിൻ റെമിറ്റൻസ് ആയോ, ഏതാണോ അതിന്റെ സ്വഭാവം, അതിനനുസരിച്ച് അത് ഒരു പേയ്മെന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ ഒരു നിധി ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ അതൊരു റെസീറ്റ് ആയിട്ട് ഡേ ബുക്കിൽ ചേർക്കണം. പിന്നെ മാത്രമല്ല, അത് ഏത് ഓഫീസിൽ നിന്നാണ് ലഭിച്ചതെന്നുകൂടി രേഖപ്പെടുത്തണം. ഇപ്പോൾ ഒരു നിധി നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ലഭിച്ചു കഴിഞ്ഞാൽ അതൊരു റെസീറ്റ് ആയിട്ട് ഡേ ബുക്കിൽ ചേർത്തണം. ഒപ്പം ഏത് ഓഫീസിൽ നിന്നാണ് അത് വന്നതെന്ന്, ലഭിച്ചതെന്നും കൂടി രേഖപ്പെടുത്തുക. ഇനി നമുക്ക് പറയേണ്ടത് പേജ് 16 ആർട്ടിക്കിൾ 35 സബ്സിഡിയറി രജിസ്റ്റേഴ്സ് ആണ്. സബ്സിഡിയറി രജിസ്റ്റേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഇനി പറയുന്നത്. ഇവിടെ പറയാനുള്ളത് 14ാമത്തെ രജിസ്റ്ററിൽ ഈ പറഞ്ഞ, ഞാനിപ്പോൾ പറഞ്ഞ 32, ആർട്ടിക്കിൾ 32 ക്യാഷ് ബുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പുസ്തകത്തിലെ പേജ് നമ്പർ 14, ആർട്ടിക്കിൾ 32 ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്ന് നമ്മൾ ശ്രദ്ധിച്ചു. ഞാൻ ഈ ഓരോ പേജ് കടന്നു പോകുമ്പോഴും നമ്മളെ നിരവധി ചോദ്യങ്ങൾ വരുന്ന ചില സെക്ഷനുകളുണ്ട്. അതാണ് ഇവിടെ അങ്ങനെ പറയുന്നത്. ഇനി 35ാമത്തെ ആർട്ടിക്കിളാണ് സബ്സിഡിയറി രജിസ്റ്റേഴ്സ് എന്ന ഭാഗമാണ് നമ്മൾ പറയുന്നത്.
അപ്പോൾ പ്രത്യേകതരം ഇടപാടുകൾക്കായിട്ട് മറ്റ് രജിസ്റ്ററുകൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വകുപ്പ് തല രസീതുകൾ പ്രത്യേക രസീറ്റ് രജിസ്റ്ററുകളിൽ രേഖപ്പെടുത്തണം. ചില പ്രത്യേക ഇടപാടുകൾക്ക്, പ്രത്യേക ട്രാൻസാക്ഷന് ചില പ്രത്യേക രജിസ്റ്റർ വേണമെന്ന് നമ്മൾ റൂൾസ് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രജിസ്റ്ററുകളിൽ തന്നെ അത് രേഖപ്പെടുത്തേണ്ടതാണ്. അതാണ് 35 പറയുന്നത്. ഇനി പ്രത്യേക രജിസ്റ്റർ എന്ന വാക്ക് പ്രത്യേക വോള്യത്തെ സൂചിപ്പിക്കുന്നില്ല. ഒരേ വോള്യത്തിനുള്ളിൽ നിരവധി രജിസ്റ്ററുകൾ ഉൾപ്പെടുത്തുന്നത് സൗകര്യപ്രദമാണെങ്കിൽ ഓരോന്നിനും തുടർച്ചയായ പേജുകളുടെ ഒരു കൂട്ടം നീക്കി വെക്കാവുന്നതാണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രത്യേക രജിസ്റ്ററുകൾ എന്നതുകൊണ്ട് ഓരോന്നിനും ഓരോ ബുക്ക് എന്ന് ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് വലിയൊരു ബുക്ക് എടുത്തിട്ട് ആദ്യത്തെ 10 പേപ്പർ ഇന്ന കാര്യത്തിന്, അടുത്ത 10 പേപ്പർ ഇന്ന കാര്യത്തിന് എന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു വോള്യത്തിൽ തന്നെ ഒരുപാട് രജിസ്റ്ററുകൾ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് സൗകര്യത്തിന് വേണ്ടി. അങ്ങനെയാ പറയുന്നു. ഇനി അടുത്തത് റവന്യൂ നിക്ഷേപങ്ങൾക്കായി നിർദ്ദേശിച്ചിരിക്കുന്ന പ്രത്യേക രജിസ്റ്റർ ഫോം TA-13 രേഖപ്പെടുത്താവുന്നതാണ്. റവന്യൂ നിക്ഷേപങ്ങൾക്കായിട്ട് റവന്യൂ ഡിപ്പോസിറ്റിന് വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്ന പ്രത്യേക രജിസ്റ്റർ എന്ന് പറയുന്ന അതിന്റെ ഫോം TA-13 ആണ്, TA-13. ഇനി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ക്രമീകരണങ്ങളുടെ രജിസ്റ്റർ, അഡ്ജസ്റ്റ്മെന്റ്സിന്റെ രജിസ്റ്ററാണ്. നോക്കുക, അഡ്ജസ്റ്റിംഗ് അക്കൗണ്ട് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് എന്ന ഹെഡിലൂടെ കടന്നു പോകുന്ന ക്യാഷ് ട്രാൻസാക്ഷൻ രേഖയ്ക്കായി സംസ്ഥാന ട്രസ്റ്റികൾ TA-3 പ്രകാരം ഒരു ചെക്ക് രജിസ്റ്റർ സൂക്ഷിക്കേണ്ടതാണ്. നമ്മൾ നോക്കുക, 36ാമത്തെ ആർട്ടിക്കിൾ ആണ്. അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. 36ാമത്തെ ആർട്ടിക്കിൾ പേജ് നമ്പർ 17 36ാമത്തെ ആർട്ടിക്കിൾ ഇമ്പോർട്ടന്റ് ആണ്. അത് ഇന്നതാണ് പറയുന്നത്. അഡ്ജസ്റ്റിംഗ് അക്കൗണ്ട് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് എന്ന ഹെഡിലൂടെ കടന്നു പോകുന്ന ക്യാഷ് ട്രാൻസ്ഫർ ട്രാൻസാക്ഷൻസ് എന്നിവയുടെ തെളിവ് രേഖയ്ക്കായിട്ട് സംസ്ഥാന ട്രഷറികളിൽ TA-3 പ്രകാരം ഒരു ചെക്ക് രജിസ്റ്റർ സൂക്ഷിക്കേണ്ടതാണ്. എന്തിനു വേണ്ടിയിട്ട് ആ ചെക്ക് രജിസ്റ്റർ? ആ ചെക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത് അഡ്ജസ്റ്റിംഗ് അക്കൗണ്ട് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് എന്ന ഹെഡിലൂടെ കടന്നു പോകുന്ന ക്യാഷ് ട്രാൻസ്ഫർ ട്രാൻസാക്ഷൻസ്, ക്യാഷായിട്ട് പോകുന്നതും ഉണ്ടാവും, ട്രാൻസ്ഫർ ട്രാൻസാക്ഷൻ ആയിട്ടും ഉള്ളതും അതിന്റെ രേഖയ്ക്കായിട്ട് തെളിവിനായിട്ട് സംസ്ഥാന ട്രഷറികളിൽ TA-3 പ്രകാരം ഒരു ചെക്ക് രജിസ്റ്റർ സൂക്ഷിക്കേണ്ടതാണ്. ഇനി ആർട്ടിക്കിൾ 37 ആർട്ടിക്കിൾ 36 ഇമ്പോർട്ടന്റ് ആണ്. 37 ഈ രജിസ്റ്ററിൽ നടത്തുന്ന എൻട്രികൾ അഡ്ജസ്റ്റിംഗ് അക്കൗണ്ട് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് എന്ന തലക്കെട്ടിന് കീഴിലുള്ള മൈനർ ഹെഡുകൾക്ക് കീഴിലുള്ള ബുക്കുകളിൽ എഴുതിയിരിക്കുന്ന തുകകളുമായി ദിവസേന താരതമ്യം ചെയ്യണം. ഇതൊരു മേജർ ഹെഡാണ്. മേജർ ഹെഡിന് കീഴിൽ മൈനർ ഹെഡുകളുണ്ട്. ആ മൈനർ ഹെഡുകൾ കീഴിൽ ഓരോ മൈനർ ഹെഡിനും ഓരോ ബുക്കുകൾ ഉണ്ടാവും. അപ്പൊ മേജർ ഹെഡിൽ നിന്ന് ഈ എമൗണ്ടുകളൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് മൈനർ ഹെഡുകളിലേക്ക് പോകും. ആ മൈനർ ഹെഡുകൾക്കൊക്കെ ഓരോ ബുക്കുകൾ ഉണ്ടാവും. ആ ബുക്കുകളിൽ എഴുതിയിരിക്കുന്ന തുകകളുമായിട്ട് ദിവസേന താരതമ്യം ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ മൈനർ ഹെഡിലുള്ള തുകകളെല്ലാം കൂടെ കൂട്ടിയാൽ ആ മേജർ ഹെഡിലുള്ള സംഭവം കിട്ടണം. അതാണ് താരതമ്യപ്പെടുത്തിയിരിക്കണം, കമ്പയർ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. 38ാമത്തെ ആർട്ടിക്കിളാണ്. മറ്റ് സംസ്ഥാന സർക്കാരുകൾക്ക് വേണ്ടി ഒരു സംസ്ഥാന ട്രഷറിയിൽ നടക്കുന്ന റെസീറ്റും ഡിസ്ബേഴ്സ്മെന്റും TA-1 TA-2 എന്നീ ഫോർമാറ്റുകളിൽ പ്രത്യേക രജിസ്റ്ററുകളിൽ പോസ്റ്റ് ചെയ്യണം. മറ്റ് സംസ്ഥാന സർക്കാരുകൾക്ക് വേണ്ടി, ഇത് ഇപ്പം ഞാൻ പറഞ്ഞു കർണാടക അല്ലെ തമിഴ്നാട് സർക്കാരിന് വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാനത്തെ ട്രഷറിയിൽ നടക്കുന്ന ഒരു റെസീറ്റും പേയ്മെന്റ്സും TA-1 TA-2 എന്നീ ഫോർമാറ്റുകളിൽ പ്രത്യേക രജിസ്റ്ററുകളിൽ പോസ്റ്റ് ചെയ്യണം. അതായത് വേറൊരു സംസ്ഥാനത്തെ, ഇപ്പൊ തമിഴ്നാടിന് വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാനത്തെ ട്രഷറിയിൽ ഒരു ഇടപാട് നടന്നു, റെസീറ്റും പേയ്മെന്റും നടന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഫോം TA-1 TA-2 എന്നീ ഫോർമാറ്റുകളിൽ പ്രത്യേക രജിസ്റ്റർ, ആ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് പ്രത്യേക രജിസ്റ്റർ ഈ ഫോർമാറ്റിൽ TA-1 TA-2 ഉണ്ടാക്കി സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 38A ആണ് പറയുന്നത്. 38A പറയുന്നത്
റെയിൽവേ, പോസ്റ്റൽ ആൻഡ് ടെലിഗ്രാഫ്, ഡിഫൻസ് എന്നിവയ്ക്ക് വേണ്ടി സംസ്ഥാന ട്രഷറികളിൽ നടക്കുന്ന ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഓരോന്നിനും ഫോം TA-9, TA-10 എന്നിവയിൽ പ്രത്യേക രജിസ്റ്ററുകളിൽ രേഖപ്പെടുത്തണം. പറഞ്ഞ ക്ലിയർ അല്ലേ? നമുക്ക് 3 പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ഉള്ളത്. റെയില്, പോസ്റ്റൽ ആൻഡ് ടെലിഗ്രാഫ്, ഡിഫൻസ് എന്നിവയ്ക്ക് വേണ്ടി സംസ്ഥാന ട്രഷറികളിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് അത് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഫോം TA-9, TA-10 എന്നിവയിൽ പ്രത്യേക രജിസ്റ്ററുകളിൽ രേഖപ്പെടുത്തണം. അപ്പൊ ട്രഷറികളിലെ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്ന വിധം ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ 3 വകുപ്പുകളിലേക്ക് റെയിൽവേ, പോസ്റ്റല്, പിന്നെ ഡിഫൻസ് എന്നിവയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ സ്റ്റേറ്റിലെ ട്രഷറികളിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് അത് രേഖപ്പെടുത്താൻ വേറൊരു രജിസ്റ്റർ സൂക്ഷിക്കണം. ആ വേറെ രജിസ്റ്ററുകളുടെ ഫോർമാറ്റ് TA-9, TA-10 എന്നീ ഫോർമാറ്റുകളിലുള്ള രജിസ്റ്ററുകളിൽ അത് രേഖപ്പെടുത്തേണ്ടതാണ്. ഇനി 39ാമത്തെ ആർട്ടിക്കിളാണ്. ട്രാൻസ്ഫർ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് വഴി നടക്കുന്ന റെസീറ്റും പേയ്മെന്റ്സിനും സംസ്ഥാന ട്രഷറികളിൽ ഫോം TA-4 2 ചെക്ക് രജിസ്റ്ററുകൾ സൂക്ഷിക്കണം. ട്രാൻസ്ഫർ ക്രെഡിറ്റ് എന്താ? ട്രാൻസ്ഫർ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാല് പണമില്ല, ക്രെഡിറ്റ് മാത്രം ശരിയാക്കുകയാണ്. പണം നേരിട്ട് അടയ്ക്കാതെ ക്രെഡിറ്റ് മാത്രം ശരിയാക്കിക്കൊണ്ടുള്ളതാണ് ഈ ട്രാൻസ്ഫർ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത്തരത്തിൽ ട്രാൻസ്ഫർ ക്രെഡിറ്റോ ഡെബിറ്റോ വഴി നടക്കുന്ന റെസീറ്റിനും പേയ്മെന്റ്സിനും സംസ്ഥാന ട്രഷറികളിലെ ഫോം TA-4 2 ചെക്ക് രജിസ്റ്ററുകൾ സൂക്ഷിക്കണം. അതൊന്ന് പിന്നെ ഡെബിറ്റിനും ഒന്ന് ക്രെഡിറ്റിനുമാണ്. ഇനി 2 ചെക്ക് രജിസ്റ്റർ ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 ചെക്ക് രജിസ്റ്ററുകൾ സൂക്ഷിക്കേണ്ടത് ഒന്ന് സെന്ററിന് വേണ്ടിയിട്ടും ഒന്ന് സ്റ്റേറ്റിന്റെയുമാണ്. ട്രാൻസ്ഫർ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് വഴി നടക്കുന്ന, അങ്ങനെയുണ്ട്, പണമായിട്ട് വാങ്ങുകയോ പണമായിട്ട് കൊടുക്കുകയോ ചെയ്യാതെ ട്രാൻസ്ഫർ ക്രെഡിറ്റോ ട്രാൻസ്ഫർ ഡെബിറ്റോ വഴി നടക്കുന്ന റെസീറ്റും പേയ്മെന്റും അങ്ങനെയുണ്ടല്ലോ. പണമായിട്ടല്ല നൽകുന്നത്, പക്ഷെ വേറൊരു അക്കൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ് ഒരു റെസീറ്റ് എന്ന് വിചാരിക്കുക. ഇവിടുത്തെ ഒരു അക്കൗണ്ടിൽ നിന്നും വേറൊരിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് റെസീറ്റും പേയ്മെന്റും ആയി. ആ വഴി നടക്കുന്ന റെസീറ്റും പേയ്മെന്റും അത് സംസ്ഥാന ട്രഷറികളിൽ ഫോം 4 TA-4 2 ചെക്ക് രജിസ്റ്ററുകൾ സൂക്ഷിക്കണം. അതൊന്ന് സെന്ററിന് വേണ്ടിയിട്ടും ഒന്ന് സ്റ്റേറ്റിനുമാണ്. ഇനി 40ാമത്തെ ഇതാണ് പറയുന്നത് ആർട്ടിക്കിളാണ്. ഓരോ ദിവസത്തെയും എൻട്രികളുടെ അവസാനം ഓരോ സബ്സിഡിയറി രജിസ്റ്ററുകളിലേക്കും കൈമാറേണ്ട കണക്കുകൾ കാണിക്കുന്ന ഒരു അബ്സ്ട്രാക്ട് അല്ലെ സംഗ്രഹം തയ്യാറാക്കണം. അപ്പോൾ ഓരോ ദിവസത്തെയും എൻട്രികളുടെ അവസാനം അപ്പോൾ ടോട്ടൽ എമൗണ്ട് വന്നിട്ടുണ്ടാവും, ഓരോന്ന് കാറ്റഗറിയിലും എമൗണ്ട് വന്നിട്ടുണ്ടാവും. ആ എമൗണ്ടുകളൊക്കെ സബ്സിഡിയറി രജിസ്റ്ററിലേക്ക് കൈമാറണം. ആ കണക്കുകൾ കാണിക്കുന്ന ഒരു അബ്സ്ട്രാക്ട് തയ്യാറാക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി 42ാമത്തെ ആർട്ടിക്കിളാണ് പറയുന്നത്. ഒരു സംസ്ഥാന ട്രഷറിയുടെയോ സബ് ട്രഷറിയുടെയോ പണ ബിസിനസ് ബാങ്ക് നടത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ബാങ്കിങ് ട്രഷറി എന്നാണ് അവിടെ അർത്ഥം. കേന്ദ്ര സർക്കാരുകൾക്കായി റെസീറ്റുകളുടെയും പേയ്മെന്റുകളുടെയും 2 ദൈനംദിന അക്കൗണ്ടുകൾ ബാങ്ക് നൽകുന്നു. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് സർക്കാരുകൾക്കായിട്ട് റെസീറ്റിന്റെയും വിതരണങ്ങളുടെയും 2 ദൈനംദിന അക്കൗണ്ടുകൾ, രണ്ടാമത്തേത് ബാങ്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിന്റെയും മറ്റ് സംസ്ഥാനങ്ങളുടെയും പേരിലുള്ള ഇടപാടുകൾ ഉൾക്കൊള്ളുന്നു. കേന്ദ്ര സർക്കാരുകൾക്കായിട്ട് ഒരു സംസ്ഥാന ട്രഷറിയുടെ സബ് ട്രഷറിയുടെ പണ ബിസിനസ് ബാങ്ക് നടത്തുമ്പോഴാണ് പറഞ്ഞത്. കേന്ദ്ര സർക്കാരുകൾക്കായി റെസീറ്റുകളുടെയും വിതരണങ്ങളുടെയും 2 ദൈനംദിന അക്കൗണ്ടുകൾ, ഒന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട്, രണ്ടാമത്തത് ബാങ്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിന്റെയും മറ്റ് സംസ്ഥാനങ്ങളുടെയും പേരിലുള്ള ഇടപാടുകൾ ഉൾക്കൊള്ളുന്നു. 43ാമത്തത് ആർട്ടിക്കിൾ 43. ദിവസേനയുള്ള രസീതുകളുടെയും പേയ്മെന്റുകളുടെയും സ്റ്റേറ്റ്മെന്റിൽ ബാങ്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഇടപാടുകൾ, അതിനോടൊപ്പമുള്ള ചെലാൻ, വൗച്ചർ ഇവ പരിശോധിച്ച ശേഷം നോൺ ബാങ്കിങ് ട്രഷറിയിൽ നടക്കുന്ന ഇടപാടുകൾ പോലെ നേരിട്ടോ ഏതെങ്കിലും അനുബന്ധ രജിസ്റ്റർ വഴിയോ ഡേ ബുക്കിൽ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ബാങ്ക് ട്രഷറീസ് ആണെങ്കിൽ പോലും നമ്മൾ നോൺ ബാങ്കിങ് ട്രഷറിയിൽ നടക്കുന്നത് പോലെയുള്ള നടപടിക്രമങ്ങൾ ഡേ ബുക്കിൽ എങ്ങനെയായാലും ഈ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യണം. ദിവസേനയുള്ള റെസീറ്റുകളുടെയും പേയ്മെന്റുകളുടെയും സ്റ്റേറ്റ്മെന്റിൽ
ബാങ്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഇടപാടുകൾ. അപ്പൊ ബാങ്കിലാണ് ഇടപാട് നടന്നതെങ്കിൽ പോലും അത് അതിനോടൊപ്പമുള്ള ബാങ്ക് ഈ റിപ്പോർട്ടുകളൊക്കെ, ഈ കാര്യങ്ങളൊക്കെ ബാങ്ക് ദിവസവും റിപ്പോർട്ട് ചെയ്യും. ആർക്ക്? ട്രഷറിക്ക് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന ഇടപാടുകൾ അതോടൊപ്പമുള്ള ചെലാനും വൗച്ചറും ഒക്കെ പരിശോധിച്ച് നോൺ ബാങ്കിങ് ട്രഷറിയിൽ നടക്കുന്ന ഇടപാടുകൾ പോലെ ഡേ ബുക്കിൽ പോസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഡേ ബുക്കിൽ ഈ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഇനി ആർട്ടിക്കിൾ 42-43 പ്രകാരം സർക്കാർ ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിന് ബാങ്ക് താഴെ പറയുന്ന ബുക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ആർട്ടിക്കിൾ 42-ലും 43-ലും പറയുന്നുണ്ട് ബാങ്ക് സർക്കാർ ഇടപാടുകൾക്ക് വേണ്ടിയിട്ട് താഴെ പറയുന്ന ബുക്കുകൾ. ബുക്ക് 1, സ്ക്രോൾ ക്യാഷ്. സ്ക്രോൾ ക്യാഷ് എന്ന് പറയുന്ന പ്രാഥമിക രേഖയാണ് സ്ക്രോൾ ക്യാഷ്. അത് ദൈനംദിന അക്കൗണ്ടിനെ സൂചിപ്പിക്കുന്നു. ഡെയിലി അക്കൗണ്ടിനെ സൂചിപ്പിക്കുന്നതാണ് സ്ക്രോൾ ക്യാഷ് എന്ന് പറയുന്നത്. അത് പിന്നെ ബാങ്ക് താഴെ ബുക്കുകൾ, ആ പറഞ്ഞ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് പ്രാഥമിക രേഖയായ സ്ക്രോൾ ക്യാഷ്, ദൈനംദിന അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. രണ്ടാമത്തത്, ട്രഷറി ഓഫീസർക്ക് ദിവസേന അയച്ചു കൊടുക്കുകയും അവർ തിരികെ നൽകുകയും ചെയ്യേണ്ട പാസ്ബുക്ക് അല്ലെങ്കിൽ ദൈനംദിന രസീതുകളുടെയും പേയ്മെന്റുകളുടെയും രജിസ്റ്റർ. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്നുകിൽ പാസ്ബുക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ദൈനംദിന രസീതുകളുടെയും പേയ്മെന്റുകളുടെയും രജിസ്റ്റർ. ഇതും ആര് മെയിൻറ്റെയിൻ ചെയ്യണം? ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ ഒരിക്കൽ കൂടി, ട്രഷറി ഓഫീസർക്ക് ദിവസേന അയച്ചു കൊടുക്കുകയും അവർ തിരികെ നൽകുകയും ചെയ്യേണ്ട പാസ്ബുക്ക് അല്ലെങ്കിൽ ദൈനംദിന രസീതുകളുടെയും പേയ്മെന്റുകളുടെയും രജിസ്റ്റർ എന്നും അതിനെ പറയാം. ഇത് ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ രണ്ട് കാര്യങ്ങളായി. ഒന്ന്, ബാങ്ക് ആർട്ടിക്കിൾ 40 സർക്കാർ ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിന് ബാങ്ക് താഴെ പറയുന്ന പിന്നെ ബുക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഒന്ന്, പ്രാഥമിക രേഖയായിട്ടുള്ള സ്ക്രോൾ ക്യാഷ്. സ്ക്രോൾ ക്യാഷ് എന്ന് പറയുന്ന സാധനം ദൈനംദിന അക്കൗണ്ടിനാണ് സ്ക്രോൾ ക്യാഷ് എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ട്രഷറി ഓഫീസർക്ക് ദിവസേന അയച്ചു കൊടുക്കുകയും അവർ തിരികെ നൽകുകയും ചെയ്യേണ്ട പാസ്ബുക്ക്. ഇനി സർക്കാരിന്റെ അക്കൗണ്ടിലുള്ള എല്ലാ രസീതുകളും പേയ്മെന്റുകളും സ്ക്രോൾ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തണം. 2 സ്ക്രോൾ ക്യാഷ് ബുക്കുകൾ ഉണ്ടായിരിക്കണം. ഒന്ന് സംസ്ഥാന ഇടപാടുകൾക്കും മറ്റൊന്ന് കേന്ദ്ര ഇടപാടുകൾക്കും. അപ്പോൾ ഈ ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ക്രോൾ ക്യാഷ് എന്ന് പറയുന്നത് 2 എണ്ണം ഉണ്ടായിരിക്കണം. അത് ഒന്ന് സംസ്ഥാന ഇടപാടുകൾക്ക് വേണ്ടിയിട്ട് ഒരു സ്ക്രോൾ ക്യാഷ് ബുക്ക് ഉണ്ടായിരിക്കണം. കേന്ദ്ര ഇടപാടുകൾക്ക് വേണ്ടിയിട്ട് ഒരു സ്ക്രോൾ ക്യാഷ് ബുക്ക് വേറെ ഉണ്ടായിരിക്കണം. ഇനി അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. സർക്കാർ ഇടപാടുകൾ രേഖപ്പെടുത്താൻ താഴെ പറയുന്ന ബുക്കുകൾ, ഏതൊക്കെ ബുക്കുകളാണ് ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ മനസ്സിലായി. ഒന്ന് സ്ക്രോൾ ക്യാഷ് ആണ്. ആ സ്ക്രോൾ ക്യാഷ് 2 എണ്ണം ഉണ്ടായിരിക്കണം. ഒന്ന് സംസ്ഥാന ഇടപാടുകൾക്ക്, മറ്റൊന്ന് കേന്ദ്ര ഇടപാടുകൾ. 2 ട്രഷറി ഓഫീസർക്ക് കൈമാറേണ്ട പാസ്ബുക്ക്. ഇനി ട്രഷറി അടച്ചിരിക്കുന്ന ദിവസം ചിലപ്പോൾ ബാങ്ക് ഇടപാടുണ്ടാവും. അങ്ങനെ ബാങ്ക് ഇടപാട് നടത്തുന്ന സർക്കാർ ഇടപാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ട്രഷറി ഡേ ബുക്കില് സബ്സിഡറി രജിസ്റ്ററിലും അവ യഥാർത്ഥത്തിൽ നടന്ന തീയതിക്ക് തന്നെ എഴുതണം. ഇപ്പോൾ ഒരു ദിവസം ട്രഷറി ലീവാണ്, പക്ഷെ ബാങ്ക് വർക്ക് ചെയ്തു. അങ്ങനെ ബാങ്ക് വർക്ക് ചെയ്തപ്പോൾ ആ ദിവസം കുറച്ച് പിന്നെ സർക്കാർ ഇടപാടുകൾ നടന്നു ബാങ്കിൽ എങ്കിൽ ആ ദിവസത്തിന്റെ കീഴിൽ തന്നെ ട്രഷറിയിലെ ഡേ ബുക്കിലും എഴുതണം. ട്രഷറി ലീവാന്നും പറഞ്ഞിട്ട് പിറ്റേ ദിവസം എഴുതിയാൽ പോരാ, അതാത് ദിവസം തന്നെ ഡേ ബുക്കിൽ എഴുതണം എന്നാണ് പറഞ്ഞത്. അടുത്തത്, ട്രഷറി സബ് ട്രഷറിയിൽ സമർപ്പിക്കുന്ന പാസ്ബുക്ക്, സ്ക്രോള് എന്നിവ അംഗീകരിച്ച് ഒപ്പിട്ട് തിരികെ നൽകണം. ട്രഷറി ഓഫീസറുടെ ഒരു ഡ്യൂട്ടിയാണത്. ട്രഷറിയിലോ സബ് ട്രഷറിയിലോ സമർപ്പിക്കുന്ന പാസ്ബുക്കുകൾ, ആരാ പാസ്ബുക്ക് സമർപ്പിക്കുക? ബാങ്ക് സമർപ്പിക്കുന്ന പാസ്ബുക്കും സ്ക്രോളും അത് അംഗീകരിച്ചിട്ട് ഒപ്പിട്ട് ട്രഷറി ഓഫീസർ തിരികെ നൽകണം. അല്ലെങ്കിൽ ഏതെങ്കിലും തിരുത്തലുകൾ വരുത്താനുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്ന ഒരു മെമ്മോറാണ്ടം സഹിതം തിരികെ ബാങ്കിന് കൊടുക്കണം. ഇപ്പൊ ഇവര് സമർപ്പിച്ചിരിക്കുന്ന പാസ്ബുക്കിലും സ്ക്രോൾ ക്യാഷിലും എന്തെങ്കിലും തിരുത്തലുകൾ വരുത്താനുണ്ടെങ്കിൽ ട്രഷറി ഓഫീസർ എന്ത് ചെയ്യണം? അത് സൂചിപ്പിക്കുന്ന ഒരു മെമ്മോറാണ്ടം സഹിതം ഇത് തിരികെ ബാങ്കിന് കൊടുക്കേണ്ടതാണ്.
ഇനി ഓരോ മാസത്തിന്റെയും അവസാനം ബാങ്കും ട്രഷറിയും പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തിയ പാസ്ബുക്കുകളിലെ എൻട്രികളെ അടിസ്ഥാനമാക്കി ബാങ്ക് ഫോം എ എന്ന നിർദ്ദിഷ്ട ഫോമിൽ തീയതി തിരിച്ചുള്ള പ്രതിമാസ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കും. ഈ സ്റ്റേറ്റ്മെന്റ് മാസത്തിലെ ആദ്യ പ്രവൃത്തി ദിവസത്തിനുള്ളിൽ ട്രഷറിയിൽ സമർപ്പിക്കണം. അപ്പോൾ ഓരോ മാസത്തിന്റെ അവസാനം ബാങ്കും ട്രഷറിയും പരിശോധിച്ചു സാക്ഷ്യപ്പെടുത്തിയ പാസ്ബുക്ക്. അപ്പോൾ ഈ ഓരോ ദിവസങ്ങളും ബാങ്കും ട്രഷറിയും അതവരുടെ ട്രാൻസാക്ഷനുകൾ പരിശോധിച്ച് അവര് പാസ്ബുക്കിൽ ഒപ്പിട്ടിട്ടുണ്ടാവും. അങ്ങനെ ഒപ്പിട്ടാൽ അത് ഓക്കെയാണ്. ആ ഒപ്പിട്ട പാസ്ബുക്കിലെ എൻട്രികളെ അടിസ്ഥാനമാക്കിയിട്ട് മാസത്തിന്റെ അവസാനം ബാങ്ക് ഒരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കും. അത് തീയതി തിരിച്ചുള്ള ഡേറ്റ് വാർ സ്റ്റേറ്റ്മെന്റ്. ആ ഫോം എ എന്ന ഫോറത്തിലാണ് ബാങ്ക് തയ്യാറാക്കുന്ന മന്ത്ലി സ്റ്റേറ്റ്മെന്റ്. ബാങ്ക് ഫോം എ, ബാങ്ക് ഫോം തന്നെയാണ് അതിന് പറയുന്നത്, ട്രഷറി അക്കൗണ്ട് അല്ല. ബാങ്ക് ഫോം എ എന്ന ഫോമില് ഒരു പ്രതിമാസ സ്റ്റേറ്റ്മെന്റ്, മന്ത്ലി സ്റ്റേറ്റ്മെന്റ് ആദ്യത്തെ പ്രവൃത്തി ദിവസത്തിനുള്ളിൽ, പിറ്റേ മാസത്തെ ആദ്യത്തെ പ്രവൃത്തി ദിവസത്തിനുള്ളിൽ തന്നെ അത് ട്രഷറിക്ക് സമർപ്പിക്കണം. ഈ സ്റ്റേറ്റ്മെന്റിന്റെ പകർപ്പ്, ഇതിന്റെ ഒരു കോപ്പി സാക്ഷ്യപ്പെടുത്തിയിട്ട് അറ്റസ്റ്റ് ചെയ്ത് ട്രഷറി ബാങ്കിന് നൽകുന്ന ദിവസം തന്നെ ബാങ്കിന്റെ ലിങ്ക് ഓഫീസിലേക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ഈ ബാങ്ക് മന്ത്ലി സ്റ്റേറ്റ്മെന്റ് ട്രഷറിക്ക് നൽകിയാൽ ട്രഷറി ഇതിന്റെ ഒരു കോപ്പി സാക്ഷ്യപ്പെടുത്തിയിട്ട് ബാങ്കിന് നൽകും. ഇതൊക്കെയാണ് കഴിഞ്ഞ മാസത്തെ ട്രാൻസാക്ഷൻസ് ഒക്കെ ഓക്കെയാണ്, അറ്റസ്റ്റ് ചെയ്തു, അത് ബാങ്കിന് കൊടുത്താൽ ആ ദിവസം തന്നെ ബാങ്കിന്റെ ലിങ്ക് ഓഫീസിലേക്ക് ഈ ട്രഷറി അറ്റസ്റ്റ് ചെയ്ത കോപ്പി അയച്ചു കൊടുക്കും. ഇത്രയുമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പറയുന്നത്. പിന്നെ ബാക്കി അടുത്ത എപ്പിസോഡിൽ പറയാം. വീഡിയോ കേൾക്കുമ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ശരിയാവുന്നില്ലെങ്കിൽ കൂടി മറ്റിപ്പോൾ KSRൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ അല്ല ഈ അക്കൗണ്ട് കോഡിൽ വരിക. ഇവിടെ ഇത്തിരി കൂടി അക്കൗണ്ടിങ് ആണ്. ഈ അക്കൗണ്ടിങ്ങിന് നമ്മൾ ഇങ്ങനെ മലയാളത്തിൽ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. അത് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പറയുന്നവർക്കും ആ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം ഇത് എങ്ങനെയാണ് നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കുക എന്ന് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതൊന്നും അല്ല. ഇതിന്റെ മൊത്തത്തിൽ കേരള അക്കൗണ്ട് കോഡ് വോളിയം 2ന്റെ ഒരു ഔട്ട്ലൈൻ ഈ പരീക്ഷാർത്ഥികളിലേക്ക് എത്തിക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന് മാത്രമാണ്. അപ്പോൾ അത് പിന്നെ ഞാൻ ആ ടെക്സ്റ്റിലൂടെ ഒന്ന് ഓടിപ്പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ വരും. പിന്നെ കഴിഞ്ഞ കാല എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഉറപ്പായി എല്ലാം റെഡിയാവും. അപ്പോൾ ആ രീതിയിലാണ് ഇത് പോകുന്നത്. ഈ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.